ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാൻ ഇന്നും നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എൻ്റേതായ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞു, ഞാനും കഴിച്ചു, കുളിയും നനയൊക്കെ കഴിഞ്ഞ് കഴിച്ചിട്ടൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്നും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെന്ന് എനിക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തിയില്ലെങ്കിൽ ഇന്ന് വിചാരിക്കും, നമ്മൾ വിചാരിക്കും ഇന്നിനിപ്പോൾ വീഡിയോ ഇടണ്ട, നാളെ ഇടാം. പക്ഷെ സമയമായി വരും തോറും നിങ്ങളെ അടുത്ത് ഓടിയെത്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, കൊതു കുത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ പുറത്തെ ജനാല ഇപ്പോഴാണ് അടച്ചത്. സന്ധ്യയ്ക്ക് മുന്നേ അടയ്ക്കേണ്ടതായിരുന്നു, അടച്ചില്ല, ഇപ്പോഴാണ് അടച്ചത്. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇന്ന് വീഡിയോ ഇടണ്ട, നാളെ ഇടാം. സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും കേട്ടാലും കേട്ടില്ലെങ്കിലും നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈവ് കാണുന്നവർ വീഡിയോ കാണില്ല, വീഡിയോ കാണുന്നവർ ലൈവ് കാണില്ല, ഇത് രണ്ടും കാണാത്തവർ ഷോർട്ട് കാണും, ഷോർട്ട് കാണുന്നവർ ഇത് രണ്ടും കാണത്തില്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ ലൈവിൽ ഭയങ്കര ഞാൻ ഇന്നലെ മൂഡ് ഔട്ടായിരുന്നു കേട്ടോ. ലൈവ് വന്ന സമയത്ത് നമ്മൾ ഒരു മൂഡ് ഔട്ടായിരുന്നു. ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ പച്ചയായ മനുഷ്യനാണ് നമ്മളൊക്കെ യന്ത്രം, ഇതുണ്ടല്ലോ, മരക്കഷ്ണം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കൊണ്ട് വെച്ച് ഉണ്ടാക്കിയ സാധനമല്ല, ചലിക്കുന്ന ബൊമ്മ പോലെ ചലിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം സാധാരണക്കാർ, നമ്മൾ പച്ചയായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനാകുമ്പോഴത്തേക്ക് മനുഷ്യനിലൂടെ വരുന്ന പല വികാരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കുക തന്നെ ചെയ്യണം. വാക്കുകളും കിട്ടുന്നില്ല, പുറപ്പെടുവിക്കുക തന്നെ ചെയ്യണം. അത് ഉള്ളിലിട്ട് നീട്ടി വരുമ്പോഴാണ് പല അസുഖങ്ങളും വരുന്നത്. അങ്ങനെയാണ് കേട്ടോ. ചിലരാണൊക്കെ സൈലൻ്റ് ആയിരിക്കും, ഒന്നും പ്രതികരിക്കത്തില്ല. നന്മ കണ്ടാലും പ്രതികരിക്കില്ല, തിന്മ കണ്ടാലും പ്രതികരിക്കത്തില്ല, നല്ലത് കണ്ടാലും ചിരിക്കത്തില്ല, പിന്നീട് സങ്കടം വന്നാൽ കരയത്തുമില്ല. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ കാണും. ആൾക്കാർ പലരും പല വിധമാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പച്ചയായ മനുഷ്യന്, നമുക്ക് വികാര വിചാരങ്ങളുള്ള മനുഷ്യരാണ്. നമുക്ക് സങ്കടം വരുന്ന സമയത്ത് കരച്ചിൽ വരുന്ന സമയത്ത് കരഞ്ഞു തന്നെ തീർക്കണം. ചിരി വരുന്ന സമയത്ത് ചിരിച്ച് തന്നെ തീർക്കണം. പിന്നീട് വിഷമം വരുന്ന സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കും. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുക, വിഷമം വരുമ്പോൾ ഇതിൽ. അപ്പം സന്തോഷം വന്നാലും വിഷമം വന്നാലും സങ്കടം വന്നാലും ഇതെല്ലാം പ്രകടിപ്പിച്ച് തന്നെ തീർക്കണം. ദേഷ്യം വന്നാലും അത് തന്നെയാണ്. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഉള്ളിൽ നിറയെ വലിച്ച് കയറ്റി നെഞ്ചിൽ വെച്ചിട്ട് നടക്കുന്ന ഒരാളല്ല. എല്ലാം കൂടെ നെഞ്ചിലിരിക്കട്ടെ, എല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ആളല്ല. എൻ്റെ മനസ്സിൽ എന്തോ വരുന്ന അപ്പം ഞാൻ അത് അതേ സ്പോട്ടിൽ അങ്ങ് റിയാക്ട് ചെയ്യും. ചില സമയങ്ങളിൽ ഞാൻ നല്ല ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. ചില സമയത്ത് ഞാൻ ആകെ മൂടവിട്ടായിരിക്കും. അപ്പോഴായതായിരിക്കും. ദേഷ്യമാണെങ്കിൽ ദേഷ്യമായിരിക്കും, കരച്ചിലാണെങ്കിൽ കരച്ചിലായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ ആയാലും ലൈവിലൂടെ ആയാലും നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഷോർട്ടിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കോമഡിയും പാട്ടൊക്കെ ആണല്ലോ. ചില സമയത്ത് നമ്മൾ സന്തോഷം വരുന്ന സമയത്ത്, മൂഡ് ഓഫ് ആവുന്ന സമയത്ത് നമ്മളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാറുണ്ട്. ഇതിപ്പോൾ എത്ര പേര് കേൾക്കുന്നതെന്ന് എനിക്കറിയണം. കേൾക്കുന്നവരറിയാം ഇവർക്ക് വേറെ വേലയും കൂലിയില്ലാണ്ട് ഇവിടെ വന്ന് ചലയ്ക്കണമെന്ന്. പൊന്നു ചെല്ലങ്ങളെ, നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാനിവിടെ എൻ്റെ ഹൃദയം തുറന്നു വയ്ക്കുന്നു, മനസ്സിനെ തുറന്നു വയ്ക്കുന്നു. അന്നെന്നുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ സങ്കടം വരുന്ന സമയത്ത്, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളത് പ്രകടിപ്പിക്കും. ഇന്നലെ നമ്മുടെ ലൈവിലും അത് തന്നെയാണ്. ഇന്നലെ നമ്മുടെ ലൈവിലും ഞാൻ ആകെ മൂടൗട്ടായിരുന്നു. നമ്മൾ ഈ മൂടൗട്ടായിട്ടിരിക്കുന്ന നേരത്തെ ചിലർ വന്ന് ഈ കുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല. സന്തോഷത്തോടെ കാര്യമായിട്ടായാലും പിന്നീട് വിഷമത്തിലായിരിക്കും ചിലർ നമ്മളായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് കുത്തി നോവിപ്പിക്കുന്ന, ഇട്ട് ചൊറിയുന്നൊരു സ്വഭാവമുണ്ട്. ചിലർ നമ്മൾ ആ ഒരു മൂടവിട്ട് നമ്മൾ അതിലിരിക്കണം, അവരെ ആ വഴിക്ക് അങ്ങ് വിട്ടു കൊടുക്കുക. ആ വഴി പിന്നെ എന്ത് പറ്റി, എന്താണ് അങ്ങനെ, എന്താണ് ഇങ്ങനെ, എന്താണ് കാരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ദേഷ്യം പിടിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഇന്നലെ നമ്മുടെ ലൈവിൽ ഞാൻ ഇച്ചിരി ഇതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈവിൽ വന്നാൽ ഞാൻ ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ആര് നമ്മളെ വന്ന് തെറി വിളിച്ചാലും സന്തോഷത്തോടെയൊക്കെ സ്വീകരിക്കുന്നതാണ്. ഇപ്പം മനുഷ്യരെന്ന് പറയണം, മനുഷ്യരും പല വിധങ്ങളാണ്. ഞാൻ മാത്രമല്ല, എല്ലാം കുഴപ്പമുള്ള ആൾക്കാർ. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണെന്ന്. ചിലർ പറയാറുണ്ട്, എനിക്ക് ദേഷ്യം വരാറില്ല, ഞാൻ ആരെയും കുറ്റം പറയാറില്ല, ആരുടെയും പരദൂഷണം പറയാറില്ല, ഞാൻ നല്ലതാണ്,
അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്ന് അവരെ ഒന്ന് അവിടെ ഒരു സ്വഭാവം, അവരുടെ സ്വഭാവം നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മളൊന്ന് അവരെ ഇട്ട് ഒന്ന് ഞോണ്ടിയാൽ മതി, എല്ലാം പുറത്തോട്ട് ചാടും. എല്ലാം പുറത്ത്. അപ്പം ഞാനും നിങ്ങളൊക്കെ സെയിമാണ് ആൾക്കാരെ കേട്ടോ. ഞാനും നിങ്ങളൊക്കെ ഒരുപോലെയാണ്. നമ്മളെല്ലാവരും ദേഷ്യവും സങ്കടവും കുന്നായ്മയും കുശുമ്പും അസൂയയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഞാനും നല്ലതല്ല, നിങ്ങളും നല്ലതല്ല. ഞാനും നല്ലതല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നല്ലതല്ല. എനിക്ക് ഞാനാണ് ശരി, എനിക്ക് ഞാനാണ് ശരി. എൻ്റെ നന്മകളാണ് എനിക്ക് നല്ലത്, എൻ്റെ വാക്കുകളാണ് എനിക്ക് നല്ലത്, എൻ്റെ പ്രവൃത്തികളാണ് എനിക്ക് നല്ലത്. എല്ലാം എല്ലാം എനിക്ക് നല്ലതാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് നല്ലതാണ്. അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ ന്യായീകരിക്കാനും നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കാനേ നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ. അവരുടേതായ ഇഷ്ടങ്ങളും അവരവരുടേതായ രീതികളിലും മുന്നോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പൊന്നു ചെല്ലങ്ങളെ, സങ്കടം വന്നാൽ സങ്കടം കരഞ്ഞ് തീർക്കുക, ദേഷ്യം വന്നാൽ അത് ദേഷ്യപ്പെട്ട് തന്നെ തീർക്കുക. അതാരുടെ മുന്നിലായാലും നമുക്ക് നമ്മുടെ സ്വന്തമെന്ന് കരുതുന്നവരുടെ മുമ്പിൽ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ചങ്കുകളാണ്. നിങ്ങളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ അന്നുള്ള ദുഃഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ദേഷ്യങ്ങളുമാണ് നിങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ ആയാലും നമ്മുടെ ലൈവിലൂടെ ആയാലും കാണുന്നവർ കാണുക, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക. ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ്. ഞാനും എൻ്റെ രീതികളും എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ പറയാം, നമ്മുടെ മനസ്സ് ശരിയല്ലാത്തതാണ് നീ ഗതി പിടിക്കാത്ത, നിൻ്റെ യൂട്യൂബ് ഇങ്ങനെ കിടക്കുന്ന, നിൻ്റെ യൂട്യൂബിൽ ആൾ കയറാത്തതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതൊക്കെ നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ചിന്താരീതികളും പറയും. ഇവിടെ മനസ്സിരിപ്പുണ്ടെന്ന് ഇവിടെ ലൈവിൽ ആളും ഇല്ല, പിന്നെ യൂട്യൂബിലും ആളുമില്ല, ഇവിടെ ഈച്ച അടിച്ചിട്ട് അത് പറയുന്നവർ പറഞ്ഞോളൂ. അതൊക്കെ നിങ്ങളുടെ രീതി. ഞാനും എൻ്റെ രീതികളായിട്ട് ആൾക്കാർ വന്നാലും വന്നില്ലെങ്കിലും വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും തന്ന് യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിൽക്കാനുള്ള അനുവാദം യൂട്യൂബ് തന്ന നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാനും എൻ്റെ വിശേഷങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദേഷ്യങ്ങളും എല്ലാം തുടർക്കഥ പോലെ നിത്യവും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വാർത്തകളും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്, അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറയും. ഒരാൾ പോലും വീഡിയോ കണ്ടാൽ പോലും ഒരാൾ ലൈക്ക് ചെയ്യാറില്ല. എല്ലാവരും പറയും എന്നെ വാനോളം സ്നേഹിക്കുന്നുണ്ട്, വാനോളം പുകഴ്ത്തുന്നുണ്ട്, വാനോളം ചക്കരയാണ്, മുത്താണ്, പഞ്ചാരയാണ്, പാൽക്കുടമാണെന്ന് പറയും. പക്ഷെ നമ്മുടെ വീഡിയോസ് ഒന്നും ഒരു വ്യക്തികൾ പോലും ഒരു 10-50 പേര് കാണുന്നതിനിടയിൽ ലൈക്ക് എന്ന് പറയുന്ന സംഭവമില്ല. നമുക്ക് കുറേ നല്ല ചങ്കുകളായ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ പറയും ഞങ്ങളെല്ലാം സപ്പോർട്ടാണ്, ഞങ്ങളെ ഉയർത്തുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ. പക്ഷെ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ ലൈക്കിൻ്റെ എണ്ണം അവിടെ കാണാം. നമുക്കൊരു 10, 15, 20 ലൈക്കുകൾ കിട്ടുന്നെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങോട്ട്, നമ്മുടെ വീഡിയോ ഒരു 10,000 പേരിലോട്ട് എത്തുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലൈക്ക് എന്ന സംഭവം, കമൻ്റ് എന്ന സംഭവം കിട്ടുന്നത്. കാരണം എന്തെന്നറിയോ, എന്നെ അറിഞ്ഞുകൂടാതെ ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ എന്നെക്കുറിച്ചോ എൻ്റെ രീതികളും എൻ്റെ പ്രവർത്തികളും എൻ്റെ വീട് എവിടെ നിന്ന് പോലും അറിഞ്ഞുകൂടാതെ, എൻ്റെ കുടുംബവും കാര്യങ്ങളും അറിഞ്ഞുകൂടാതെ എവിടെയൊക്കെയോ ഇരുന്ന് വീഡിയോ കാണുന്ന ആൾക്കാരാണ് നമുക്ക് ലൈക്ക് തരുന്നത്. 10,000 പേര് 500 പേരൊക്കെ കണ്ട് നമ്മുടെ വീഡിയോ പോയാൽ നമുക്കൊരു 10 ലൈക്കൊക്കെ കിട്ടും. അപ്പം നമ്മളെ സുഖിപ്പിക്കുന്നവരൊന്നും അല്ല നമുക്ക് ലൈക്ക് തരുന്നത്. നമ്മളെ കുടുംബക്കാരോ നമ്മളെ അയൽക്കാരോ നമ്മുടെ ബന്ധുക്കളോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ചക്കരയാണ്, മുത്താണ്, പാലാണെന്ന് പറയുന്നവരൊന്നും അല്ല നമുക്ക് ലൈക്ക് തരുന്നതും നമ്മളെ വീഡിയോ അവർ കാണാറുമില്ല. ഞാൻ എൻ്റെ കാര്യം ഉള്ളതുപോലെ പറയുന്നേ. ഞാൻ കള്ളം പറഞ്ഞെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ എടുത്ത് കാണുക എനിക്ക് എത്ര ലൈക്ക് ഉണ്ടെന്ന്. അങ്ങനെ അഥവാ ഇപ്പോൾ 5 ലൈക്കോ 6 ലൈക്കോ ഒക്കെ നമുക്ക് കയറിപ്പോണെങ്കിൽ 1000-ന് മേലെ ആൾക്കാർ കാണുന്ന സമയത്ത് മാത്രം. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? എവിടെയൊക്കെയോ ഏതൊക്കെയോ ജില്ലയിൽ ഏതൊക്കെയോ രാജ്യത്തിരുന്ന് നമ്മളെ കാണുന്നവർ നമ്മളോടുള്ള ഒരു ഇഷ്ടവും ഒരു സഹതാപവും തോന്നുന്നത് കൊണ്ടാണ് അവരവിടെ ലൈക്കായിട്ട് രേഖപ്പെടുത്തുന്നത്. അല്ലാതെ ഇപ്പം നിലവിൽ നമ്മളെ കൂടെ ഉള്ളവർ നമ്മളെ സപ്പോർട്ടാണ്, ചങ്കാണെന്ന് പറയുന്നവരല്ല നമുക്ക് ലൈക്ക് തരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. ഞാനും എൻ്റെ രീതികളും ഇങ്ങനെയാണ്. എന്നെ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഉൾക്കൊള്ളാനും ചേർക്കാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നതിനേക്കാളും നേരിൽ നിന്ന് പൊരുതുന്നതാണ് നല്ലത്.
കൂടെ നിന്നിട്ട് കൊരളക്കിട്ട് കുത്തുന്നതിനേക്കാളും നേരോട് നേരെ നിന്ന് പൊരുതുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ അനുഭവത്തിലൂടെ ഉള്ള അറിവുകളാണ് എൻ്റെ അനുഭവത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ചക്കരയെ മുത്തേ, പാലേ മുത്തേ എന്ന് വിളിക്കും. തിരിഞ്ഞു പോകുമ്പം മറ്റേ മുളന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെപ്പോലെയുള്ളവരുടെ അവസ്ഥ. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് ഷോർട്ടും ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. ഈ ഷോർട്ട് ഇട്ടാൽ വാരി പിടിച്ചങ്ങ് കടൽ പോലെ ഇടും, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ തള്ളി മറിച്ച് കേൾക്കുന്നവർ കേൾക്കുക, കാണുന്നവർ കാണുക. കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയും എന്ത് എൻ്റെ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ഇരിക്കും. അതുവരെ ശുഭരാത്രി, സുഖനിദ്ര.